നിസ്സാരമായിട്ട് ഒരു പൂച്ചക്കുട്ടീനെ വാർത്തണ പോലെയാണ്. അതിന് മണ്ടം പോകുന്നു. അത് പിടിച്ച് കടിക്കണവരുണ്ടാവും തോന്നുന്നുണ്ട്. ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് പിള്ളേരൊക്കെ ഈ കാണുന്നതില്ലേ, ഈ കാണുന്നത് മുന്നേ ഒരു ക്ഷേത്രമായിരുന്നു. വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആ ക്ഷേത്രം പൊളിച്ചിട്ട് പള്ളി പണിതിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യം പറയണത്. പക്ഷേ പണ്ട് നൂറ്റാണ്ടുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം പണിതില്ല തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പള്ളി ഈ ക്ഷേത്രത്തിൻ്റെ ഇതിന് തമ്മിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയൊരു അമ്പലം മാത്രം ഇവിടെ കാണാനുള്ളൂ. ബാക്കി ആ പുറകിൽ കാണുന്ന വലിയ പള്ളിയിൽ അത് പിന്നീട് പണിതിട്ടുള്ളതെന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട്. ഭയങ്കര വിവാദങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഓരോ സ്വാമിമാർ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഓരോ മുറികൾ കണ്ട അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കടവിൻ്റെ സൈഡിൽ തന്നെ ഗംഗാനദിയുടെ തീരത്ത് തന്നെ ഓരോ സ്വാമിമാർക്കും ഓരോ ഇതുണ്ട്. ഇവിടെ ഓരോ തീരത്തിനും ഓരോ പേരാ. ജട്ടർഘാട്ട്, രാജ ഗോളിയാർ ഘട്ട്, അതുപോലെ അസിഘട്ട്, അങ്ങനെ ഓരോന്നിനും ഓരോ ഘട്ട് പേര്. രാംഘട്ട്, ഓരോ കടവിനും ഓരോ പേരാണ്. ഇതിലൊരു അവസ്ഥ ഉണ്ട്. ഇത് മൊത്തം മറ്റേ പൂപ്പായേട്ടാ, പൂപ്പല കരകുളകി. ഇതിലവിടെ പോലീസ് വണ്ടി വന്നിട്ടുണ്ട്. അത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടില് അങ്ങോട്ട് പോകാൻ പോലീസ് വണ്ടി. അതിന് ബോട്ടില് കയറി നിൽക്കേ അങ്ങോട്ട് നടക്കുക. അതിന് വേണ്ടിയിട്ട് പറയാനും പോലീസ്. ഇതിന് തന്നെ ഫസ്റ്റത്തെ CNG സ്റ്റേഷനിലാണ് കാണുന്നത്. ആ ബോട്ട് കിടക്കുന്നതന്നെ അവിടെ ഉണ്ടാ. അതാണ് ലോകത്തിലെ ഫസ്റ്റത്തെ CNG സ്റ്റേഷൻ. അത് ബോട്ടിൽ ഗ്യാസ് നിറങ്ങണ ഇത് ഫസ്റ്റത്തെ. ആംബുലൻസ് ബോട്ടാണ് ഈ കാണുന്നത്. അപകടം കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആംബുലൻസ്. എന്താ ചിന്തിക്കാൻ പറ്റും. അതിനുള്ള സ്പീഡ് ബോട്ടിന് പല പല ആകൃതിയിലും ഭാവത്തിലാണ് ബോട്ടുകൾ. അത് ഒരു പ്രത്യേക ശൈലിയിലാണ് അവരുടെ നിർമ്മാണം. കല്യാണ പാർട്ടിക്ക് കൊണ്ടുപോകുന്ന ബോട്ടുകളുണ്ട്. ഇതിന് DJ പാർട്ടി വന്ന പരിപാടിക്ക് കൊണ്ടുപോകുന്ന ബോട്ടുകളുണ്ട്. ഓരോ ബോട്ടുകളുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ. അതായത് നോർമൽ നമ്മൾ കടലാസ് വഞ്ചി ഉണ്ടാക്കിയിട്ട് അടിച്ച് പരത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതേപോലത്തെ ഷേപ്പൊക്കെയാണ് ഓരോ ബോട്ടിൽ. എപ്പോഴും ആൾക്കാർ വന്നിട്ട് ഇവിടെ സ്നാനം ചെയ്യുന്നുണ്ട്. അത്രയും ജനങ്ങളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടേക്ക് വരുന്നതിൻ്റെ 90% ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് പോകണമെന്ന് പറഞ്ഞത്. സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ അതിന് വലിയ സ്പീഡൊന്നും കാണാനില്ല. ഇവർക്ക് കൈയൊക്കെ ഉണ്ടല്ലോ.
ഭംഗിയിലല്ലേ ചുമരം പോലെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഇതൊരു ഘാട്ടാണ്, ഘാട്ടിലെ ഘട്ട് അല്ല, ഇതൊരു ഘട്ടാണ്. അതുപോലെ അത് ഇതുണ്ട, ഇതാണ് നമ്മൾ ഇതിലാണ് മറ്റേ ശ്മശാനം. ഇവിടെ 24 മണിക്കൂർ രാവിലെ പകലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നോക്കിയപ്പോൾ ഇത് ദഹിപ്പിച്ചുകൊണ്ട് കേട്ടാ. അതിൻ്റെ ഇടയിൽ ഒരു കാളിയുടെ പോലെ ക്ഷേത്രമുണ്ട്. തിരക്ക് നോക്കിയ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ സാഗരമാണ് ഇവിടെ. സ്നാനം ചെയ്തിട്ട് പല ബോട്ടുകളും പല രൂപതയാണ് വന്നിട്ടുള്ളത്. അതായത് ചിലതിൻ്റെ ഏറ്റവും മുകളിലിരിക്കാത്ത രീതിയിൽ, ചിലതിന് 2 തട്ടിലിരിക്കാത്ത രീതിയിൽ, ഒരെണ്ണത്തിന് മുകളിൽ തിരിച്ചു വേണ്ടിയ രീതിയിൽ. നോർമലി നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലത്തെ ബോട്ടാണ്. ഓരോ ബോട്ടിനും ഓരോ രീതികളുണ്ട്. ഓരോന്നിനെ नाग नागनी भोलेनाथ सबके दुआ देना सारे बहन जी आज सभी भगवान का सबके कैसा धर्म हो गया बच्चवा, खाली फोटो खींच के न जाओ, आज 10 रुपया दे के जाओ। हाँ, भोलेनाथ दुआ रहेगा भोले बाबा। 10-5 का दान നിസ്സാരമായിട്ടൊരു പൂച്ചക്കുട്ടീനെ വാർത്തണ പോലെയാണ്. അതിനെ മണ്ടം പോകുന്നുണ്ട്, എപ്പോഴും കടിക്കുന്നവരുണ്ടാവും തോന്നുന്നുണ്ട്. शंकर जी गले का रहने वाला दुआ रहेगा नाग नागनी कैसा आज അതിനെ മണ്ടം പഠിക്കണ നോക്കി. चढ़ा दो बड़े बाबूजी, निर्फला न जाओ। നമ്മൾ വാരണാസിയിൽ നിന്ന് തിരിച്ചു. ഇന്നലൊരു തരുവല ഉറങ്ങിയിട്ടില്ലേ, റൂം കിട്ടാണ്ട്. റൂം കൂടെ തിരക്കായ കാരണം റൂമിൽ കിട്ടാൻ, അപ്പോൾ അത് കാരണം ഇതിൽ ഉറങ്ങാൻ പറ്റിയില്ല. ഇന്ന് പോണ വല്ലയിടത്തും പരമാവധി വല്ലയിടത്തും സ്റ്റേ ചെയ്യാന്ന് വെച്ചിട്ടാ, അല്ലാണ്ട് നടക്കില്ല. അവിടെയാണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്. കാരണം കുംഭമേള കഴിഞ്ഞിട്ട് 90% ആൾക്കാരും കിട്ടാൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം റൂമിനൊക്കെ ഒരു ഒറ്റടിക്ക് റേറ്റ് കയറി. 1000 ഉണ്ടായിരുന്ന റൂമൊക്കെ 3000-4000 പറയണത്. അപ്പോൾ കാരണം പിന്നെ റൂം എടുത്തില്ല. ഞങ്ങൾ ലാസ്റ്റ് റൂം എടുക്കാൻ വേണ്ടി എങ്ങനെയാണ് റൂം എടുക്കാൻ വെച്ചാൽ നടന്നപ്പോൾ റൂം കിട്ടാനില്ല. കിട്ടണ റൂമാണെങ്കിൽ ഭയങ്കര മോശമാണ്. പിന്നെ എടുക്കണ്ട വെച്ചു. നടന്ന് ലാസ്റ്റ് 5 മണിയാവാറായി. നേരെ കുളിച്ച് ഫ്രഷായി ഗംഗയിലിനെ കുളിച്ച് എന്നിട്ട് അവിടുന്ന് നേരെ ഗംഗ പൂജിച്ചു. മീൻസ് അവിടുന്ന് ഒരു ഇത് തരും, ദീപം പോലത്തെ. നമ്മൾ വെള്ളത്തിൽ ഇതാക്കി അവിടുന്ന് നേരെ ബോട്ട് സർവീസ് ചെയ്തിട്ട് പോന്നു. ഇനി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ലേറ്റ് ആവുള്ളൂ. ഒരുവിധം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അമ്പലത്തിലേക്കും കാര്യങ്ങളും പോകാൻ പറ്റിയില്ല. കാരണം 4-5 മണിക്കൂറൊക്കെ കുറഞ്ഞത് 4-5 മണിക്കൂർ വരും എന്ന് പറഞ്ഞ്. ഇന്നലെ ഒരു ടീം രാവിലെ 8 മണിക്ക് 5 മണിക്ക് 8 മണിക്ക് 6:30 അങ്ങോട്ട് കയറിയിട്ട് അവരിറങ്ങിയത് 11 മണിക്ക് അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. ഉച്ചയ്ക്ക് അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. ഉച്ച കഴിഞ്ഞു അങ്ങനെ പറഞ്ഞ പോലെ തോന്നി. അത്രയും തിരക്കാ. അപ്പം അതുകൊണ്ട് തിരിച്ചത്
തിരക്കില്ലാത്ത ടൈമിൽ ഒന്ന് വരണം. ഇതിപ്പോൾ ഈ കുംഭമേള നടക്കണതന്നെ, പിന്നെ ശിവരാത്രിയുടെ ഇതും കൂടി ആയല്ലോ, അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ്. പക്ഷെ ഇവിടെ ഗംഗാരാധന ഒന്നും ഇല്ല കേട്ടോ. ഞാനത് നോക്കി, ഗംഗാരതി നോക്കി, ഗംഗാരതി ഒന്നുമില്ല. അത് അവിടെ കുംഭമേള നടക്കണ കാരണം അവിടെയാണ്. ഇവിടുത്തെ ഈ 26-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ്, സമയമെടുക്കും. അപ്പം അത് കണ്ടു വരാം. ഇത് ഒഴുകുന്നത് ഗംഗയാട്ടോ. എന്തോ ഈ ഭാഗത്തുള്ളൊരു ഇഷ്ടിക നിർമ്മാണശാലയായിട്ടത് കണ്ടില്ലേ, അവിടുത്തെ തൊഴിലാളികളാന്ന് തോന്നുന്നുണ്ട്. കണ്ടേ, ഇഷ്ടിക നിർമ്മാണശാല. ഇത് ഞാൻ നേരത്തെ ഇന്നാൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ കളിമണ്ണിനെക്കാളും കൂടുതൽ ഇവർ ചുവന്ന മണ്ണിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് മാത്രം. പക്ഷെ അവർ എന്താ പറയുക, പണ്ടത്തെ ഒരു രീതിയിൽ ഉണ്ടാക്കി വരുന്നു. ഇവർ ഒന്നുകൂടി ബൾക്കായിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രം. അവരാണ് കൂടുതൽ ഉണ്ടാകാൻ കാരണം അതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് മാത്രം സിസ്റ്റത്തിൻ്റെ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. മണ്ണിൽ അച്ചുണ്ടാക്കിയിട്ട് ഉണക്കിയിട്ട് എടുത്ത് ചൂടുന്ന പരിപാടി തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ കൽക്കരി ഖനനം ചെയ്യണതും അതിൻ്റെ ഇതിലേക്ക് പോവാന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഇന്നലെ ഓൾറെഡി വാരണാസിയിൽ നിന്ന് കാശിയിൽ നിന്ന് നമ്മൾ ഒരു പോള കണ്ണടച്ചിട്ടില്ല. രാവിലെ നേരെ അവിടുന്ന് ഒരു 9 മണി 10 മണി നേരത്ത് അവിടുന്ന് എങ്ങോട്ട് ഇറങ്ങുക ചെയ്തത്. അതുവരെ കാശിയിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നു. എന്നിട്ടാണ് നമ്മൾ അവിടെ നിന്നിട്ട് പോകുന്നത്. അപ്പം അത് കാരണം ഉറങ്ങാത്ത കാരണം വഴിയിൽ വെച്ച് വണ്ടി 2-3 വട്ടം വണ്ടി ഇടിക്കാനും കാര്യങ്ങളൊക്കെ പോയി. ഒരിടം മറ്റേ ഡിവൈഡറിന് നമ്മൾ വണ്ടി തട്ടുകയൊക്കെ ചെയ്തു. അപ്പം അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുക. അപ്പം ഇനി ഇവിടുന്ന് ജബൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാന്നുള്ള പരിപാടിയാണ്. ഞാൻ ഇന്നലെ അവിടെ റൂം എടുത്തിട്ട് ഇന്നിവിടെ കറങ്ങിയിട്ട് നേരെ ജബൽപൂർ പോകാം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ നടന്നില്ല. നമുക്ക് മേ ബി നോക്കി നോക്കാം. പോണ വഴിക്ക് ഇന്ന് കൽക്കരി ഖനനത്തിൻ്റെ ഇത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഞാനത് കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം നമുക്ക് പിന്നെ ഒരിക്കലാവാം. പിന്നെ ഒരു ദിവസമല്ല, പിന്നെ ഒരിക്കലാവാം. കാരണം ഇപ്പോഴത്തെ നിലവാരത്തിൽ കൂടെ ഒരാളുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിലൊരു തന്നെ അവനെ വന്നിട്ടുണ്ട്. അപ്പോൾ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടതാ. അപ്പോൾ അവൻ തിരിച്ചു പോകണം. അവൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട്, ആർക്കും വയ്യാണ്ട് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് തിരിച്ചു പോകണം. അപ്പോൾ അതൊക്കെ കാരണം പിന്നെ ഡിലേ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോരണത്. പെറ്റിങ് നാഗ്പൂരിൽ നിന്ന് നമ്മൾ മറ്റേ കൊങ്കൺ വഴിയാവും ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് വഴിയാവും വരിക. ഏതെങ്കിലും ഒരു വഴി എന്തായാലും ഉണ്ടായിരിക്കും. മേ ബി നോക്കാം ഏത് റൂട്ടാണെന്നുള്ളത്. നാഗ്പൂർ എത്തിയിട്ട് പ്ലാൻ ചെയ്യണല്ലോ. ഇന്നെന്തായാലും ജബൽപൂർ സ്റ്റേ അടിക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് പെറ്റിങ് കൽക്കരിയുടെ ഈ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞ കട്ട്നി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ പോയ റൂട്ട് തന്നെയാണ് തിരിച്ചു വരണത്, വേറെ റൂട്ടൊന്നുമല്ല. പോയ റൂട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അത് കാരണം പോണ വഴിക്ക് നമ്മൾ കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നോക്കി നോക്കാം ഉണ്ടോ. അവിടെ നിന്ന് ഒരു 50-60 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത്. മേ ബി ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കത് കാണാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ജബൽപൂർ പോയിട്ട് സ്റ്റേ അടിക്കും. പിന്നെ ഒരിക്കലും വരുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നാഷണൽ ഹൈവേയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുള്ളറക്കാം.
ഹെൽമെറ്റ് ലോക്ക് ചെയ്തിട്ട് എൻ്റെ വാൻ ലോക്ക് ചെയ്ത് ഡിസ്ക് ലോക്ക് ചെയ്തിട്ട് എൻ്റെ കിടപ്പ് നല്ല ഉറങ്ങാതെ തന്നെ അന്നത് വേറെ തുടങ്ങി വണ്ടി ഓടി ഉറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു പോള പോലും കണ്ണടച്ചില്ല. അപ്പോൾ നല്ല ഉറക്കക്ഷീണമായിരുന്നു. വരണേക്ക് 2-3 തവണ ഞാൻ വണ്ടി കെട്ടാൻ പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ലാസ്റ്റ് ഇവിടുന്ന് ഞാനിപ്പോൾ വരണേക്ക് ഞാൻ ചായ കൂടി കുടിച്ചു. ചായ കൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഉറക്കം വരാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് വയറിറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും ഉറക്കം വരാൻ തുടങ്ങിയില്ല. അപ്പോൾ നേരെ ഞാൻ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കേട്ടപ്പോൾ വണ്ടി ഒതുക്കി. വേറെ നല്ല ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. നേരെ ഞാൻ അവനോട് പറഞ്ഞു വണ്ടി സൈഡ് കൊടുക്കാറാ, എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാറ്റടി പോകുന്നുണ്ട് ഉറക്കം വന്നുകൊണ്ട് ഞാൻ നേരെ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങൾ കിടക്കുക ചെയ്തത്. കുറച്ച് 2-3 മണിക്കൂർ കിടന്നുറങ്ങി. 2-2.5 മണിക്കൂർ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവും. ഒരു സമാധാനം കിട്ടി. ഇനി നൈറ്റായാലും കുറച്ച് ദൂരം ഓടിച്ചെത്താലോ. ഞാൻ പോണ ഇതിലൊന്നും പോണ സ്പീഡിൽ അല്ലെങ്കിൽ ഞാൻ എത്തണ പോലെ ഒന്നും ഓടിച്ചിട്ട് അവനെത്താൻ പറ്റില്ല. അവൻ്റെ വണ്ടി മറ്റേ എഫ്സിയാ. ഓൾറെഡി അവന് നടുവേന എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു പയ്യെ നമുക്ക് പോവാം, പരമാവധി എത്തണ വരെ നമ്മൾ ഓടിച്ചിട്ട് എത്തിയിട്ട് അവിടെ റൂം പോകണമെങ്കിൽ എവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ജബൽപൂർ അല്ലെങ്കിൽ ജബൽപൂർ വിട്ടിട്ട് എന്തായാലും എത്ര ദൂരം വന്നു, ജബൽപൂർ വിട്ടിട്ട് ഇനി റൂം എടുക്കായിരിക്കും നല്ലതെന്ന്. കാരണം നാളെ ഒരു 9 മണി 10 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങിയാലും പിന്നെ വലിയ കുഴപ്പമില്ല. നാഗ്പൂർക്കൊന്നും പിന്നെ ജബൽപൂരിൽ നിന്ന് വലിയ ദൂരമില്ലേ, 10-500 കിലോമീറ്റർ താഴെയുള്ളൂ. 500 കിലോമീറ്റർ തന്നെയില്ലേ, അതിന് താഴെയുള്ളൂ. ഓടി എത്താവുന്ന ദൂരം തന്നെ ഉള്ളൂ. ഫുള്ള് ബ്ലോക്കാണ് അവിടെ, ടോളിൻ്റെ അവിടുത്തെ ബ്ലോക്ക് അത്. അപ്പോൾ അതാണ് പ്ലാൻ. ഇത് കുറേ പേര് കുംഭമേളയ്ക്കും മറ്റേ വാരണാസിക്കും പോകണവരുണ്ട് കേട്ടോ. ഇതിൽ ചെറുകിട വണ്ടികൾ കുംഭമേള കണ്ടിട്ട് വാരണാസിക്ക് പോകണവരുണ്ട്, കുംഭമേളയ്ക്കായിട്ട് പോകണവരുണ്ട്. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി, അതിൻ്റെ വലിയൊരു കാര്യം. ഞാൻ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചക്കലും പിടിക്കലൊക്കെ ഇതിലൊക്കെ ഉണ്ടാവുന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ലോക്ക് ചെയ്ത് വയ്ക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും അവിടെ ഇവിടെ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ തൊട്ടടുത്ത് ഒരാൾ വേസ്റ്റ് പറക്കാൻ വന്നിട്ട് വണ്ടിയുടെ അവിടെയും ഞങ്ങൾ കിടക്കണതിൻ്റെ അവിടെ കിടന്ന് നടക്കണമായിരുന്നു പറഞ്ഞത്. അറിയില്ലേ, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ കൊണ്ട് നല്ല ഉറക്കുക. ഞാൻ കുറച്ച് നേരം ഇരുന്നു വിളിക്കണ്ട വെച്ചിട്ട് ഉറങ്ങിക്കോട്ടെ. നല്ല തണവുണ്ട് കേട്ടോ ഈ നേരം. അവിടെ ഭയങ്കര കാറ്റായിരുന്നു. കിടക്കുമ്പോഴേക്കും ഉറങ്ങിപ്പോയി. പിന്നെ തണവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാതെ തണവായി തുടങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും ഇത്ര തണവുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലേ. പക്ഷെ ഇപ്പോൾ ഭയങ്കര തണവ് ഫീൽ ചെയ്യേ. രക്ഷയില്ലേ. നമ്മൾ വിചാരിച്ച പോലല്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്. ഞാൻ 2 ജാക്കറ്റും 2 ടീഷർട്ട് ഇട്ടപ്പോൾ വണ്ടി ഓടിക്കണത്. എന്നിട്ട് ഉള്ളിലേക്ക് നൈസായിട്ട് തണവ് അടിക്കുന്നുണ്ട്. ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. രക്ഷില്ല, നല്ല തണവുണ്ട്. നമുക്ക് നോക്കിയാൽ 176 കിലോമീറ്റർ ഉണ്ട് ജബൽപൂർക്ക്. 2 മണിയാകുമ്പോഴത്തുള്ള ഭയങ്കരമായിട്ട് ലേറ്റായി. ഞാനൊരു 10 മണിക്ക് ആകുമ്പോൾ എത്താന്നുള്ള പരിപാടി ഞാൻ വിചാരിച്ചത്. പക്ഷേ നല്ല പോലെ ലേറ്റായി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ നല്ല ട്രാഫിക് ജാമുണ്ട് ഇതിൻ്റെ ഇടയിൽ. എല്ലാവരും അവിടെ നിന്ന് റിട്ടേൺ പോണ കാരണേ റോഡിൽ എപ്പോഴും നല്ല തിരക്കാ. ഏറ്റവും ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നത് ഫുഡിൻ്റെ കാര്യത്തിനാണ്. 2 പേര് ഫുഡ് കഴിച്ചതിന് 710 രൂപകളായി ബില്ല് മാത്രമായിട്ട്. അത്രയും, അതായത് ഇപ്പോൾ ഈ സീസണായ കാരണം വായ തോന്നിയ റേറ്റാണ് പറയണത്. മട്ടർപ്പനി എന്ന് പറഞ്ഞ ഐറ്റംസിനൊക്കെ 250 രൂപ 300 രൂപയ്ക്കാണ് മേടിക്കണത്. അതിലോ ക്വാണ്ടിറ്റിയും കുറവും ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല, ഉപ്പില്ല, ഒന്നുമില്ല, ഒരു മാതിരി സാധനം. എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ബില്ല് പേ ചെയ്തപ്പോൾ ഞങ്ങൾ പോകുന്നു പോയത് 710 രൂപ കൊടുത്തിട്ട് പോന്നു. ഞാൻ പതുക്കെ മുന്നിലേക്ക് പോന്നു. ഇപ്പോൾ ഒരു 3 മണിക്ക് ആകുമ്പോഴേക്കും റൂം എടുത്ത് അവിടെ സെറ്റായി കഴിഞ്ഞാലാണ് നാളെ ഒരു 10 മണി 11 മണിക്കുള്ളിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നൈറ്റ് റൈഡ് തന്നെ ആവും. നൈറ്റ് റൈഡിനോട് എനിക്ക് ഇപ്പോഴത്തെ നിലവാരത്തിൽ വലിയ താല്പര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായാലും കാഴ്ചകൾ കാണാൻ പറ്റില്ല. രണ്ടാമതായാലും ഈ ചടപ്പ് പിടിച്ച പരിപാടിയാണ്. നമ്മൾ വീടിൻ്റെ അവിടെ അങ്ങോട്ട് നൈറ്റ് റൈഡ് പോകണ പോലെയല്ല ഇവിടെ. ഇത്തിരി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതാണ് കേസ്, വേറെ ഒന്നുമല്ല. തണവുണ്ട്, നല്ല തണവുണ്ട്.